കർണാടക ധർമ്മസ്ഥലയിൽ 2003 കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥിയുടെ മാതാവ് പോലീസിൽ പരാതി നൽകി. വിദ്യാർത്ഥിനികൾ അടക്കമുള്ളവരെ ബലാത്സംഗം ചെയ്ത് കൂട്ടക്കൊലപാതകം നടത്തിയെന്ന ആരോപണത്തിന് പിന്നാലെയാണ് പരാതി. മണിപ്പാലിലെ MBBS വിദ്യാർത്ഥിനിയായ അനന്യ ഭട്ടിനെ ധർമ്മസ്ഥലയിൽ തീർത്ഥാടനത്തിനെത്തിയതിന് പിന്നാലെയാണ് കാണാതായത്. ധർമ്മസ്ഥലയിലും പരിസര പ്രദേശങ്ങളിലും താമസിക്കുന്ന സഹപാഠികളെ കാണാനായി എത്തിയപ്പോഴാണ് അനന്യ ഭട്ടിനെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത്. ക്ഷേത്രത്തിന് സമീപത്തു നിന്നായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ. പിന്നീട് കൊൽക്കത്തയിലെ CBI ഓഫീസിലെ സ്റ്റെനോഗ്രാഫറായ അമ്മ സുജാത ഭട്ട് പരാതിയുമായി ബൽത്തങ്ങാടി പോലീസിനെ സമീപിച്ചെങ്കിലും അന്വേഷിക്കാൻ തയ്യാറായില്ല. സ്വന്തം നിലയിൽ അന്വേഷിക്കാനായിരുന്നു പോലീസിന്റെ നിർദ്ദേശമെന്ന് SP-ക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. ഇതൊക്കെ ഇവിടെ പതിവാണെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ പരിഹാസം. പിന്നീട് ക്ഷേത്ര പരിസരത്ത് എത്തി സ്വന്തം നിലയിൽ അന്വേഷണം നടത്തുന്നതിനിടെ ഒരു സംഘം ഇവരെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. അബോധാവസ്ഥയിലായ ഇവർ 4 മാസത്തോളം ബംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് പരാതിയുമായി മാതാവ് വീണ്ടും രംഗത്തെത്തിയത്. കഷ്ടപ്പെട്ട് ഓടിಸ್ತಾ ಇದ್ದೆ. ಇವತ್ತಿಲ್ಲ ಅವಳಿದ್ದಿದ್ರೆ ನಾನು ಇವತ್ತು ಕಷ್ಟಪಡಬೇಕಾಗಿದ್ದಿರಲಿಲ್ಲ. ಇವತ್ತು ಅವಳ ಆತ್ಮ ನನ್ನನ್ನು ಕಾಡ್ತಾ ಇದೆ. ಹಾಗಾಗಿ ಅವಳಿಗೊಂದು ಏನಾದರೂ ಇದರಿಂದ ಸಿಕ್ಕಿದ್ರೆ, ಅವಳ ಆಸ್ತಿ ಸಿಕ್ಕಿದ್ರೆ ನನಗೆ. വനപ്രദേശങ്ങളിൽ മറവ് ചെയ്ത മൃതദേഹങ്ങൾ പുറത്തെടുക്കണമെന്നും DNA പരിശോധന ഉൾപ്പെടെ പൂർത്തീകരിക്കണമെന്നുമാണ് ആവശ്യം. ಅವರ ಮಗಳು ಇವ್ರೇನಾರು ಎಕ್ಸಿಮಿಷನ್ ಮಾಡಿದ್ರೆ ಎಲ್ಲರೂ ಅವ್ರ ಮಗಳು ಅಸ್ಥಿ ಇವ್ರು DNA ಜೊತೆ ಮ್ಯಾಚ್ ಆಗಿ ಸಿಕ್ಕಿದ್ರೆ ಅಷ್ಟಕ್ಕೆ ಅವರು ಅದೊಂದು ಅವರು ಶ್ರಾದ್ದ ಎಲ್ಲ ಮಾಡಿಬಿಟ್ಟು, ಒಂದು ವಯಸ್ಸಾಗಿದೆ ಇವ್ರು ಯಾರಿಲ್ಲ, ಅದಕ್ಕೆ ಅವ್ರು ಶ್ರಾದ್ದ ಎಲ್ಲ ಮಾಡಿಬಿಟ್ಟು ನಾನು ಜೀವ ಬಿಡ್ತೀನಿ ಅನ್ನೋದಕ್ಕೆ ಇದ್ದಾರೆ. സംഭവത്തിൽ ഇടപെടലുമായി കർണാടക വനിതാ കമ്മീഷനും രംഗത്തെത്തി. കൊലപാതക പരമ്പര അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ നാഗലക്ഷ്മി ചൗധരി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജോസഫ് അഗസ്റ്റിൻ, കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.